കരകത്തി ചൂടില്ലാർന്നേ, തീവെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശയില്ലാർന്നേ, ഒരു കണ്ണു കലങ്ങി മറഞ്ഞാൽ ഓടിവരാ പലരുണ്ടാർന്നേ. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയുടെ വഴി നൂറുണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തള്ളില്ലാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, അത് വെറും ഒരു കനവാറുന്നോ? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഒരു നാടകഗാനാണ്. പണ്ടങ്ങാണ്ട് ഒരു നാടുണ്ടായിരുന്നേ, അതെങ്ങനെയാണ് അത്തരത്തിലൊരു ഗാനം ഉണ്ടായത്? അത് തൃശ്ശൂർ രജപുത്ര എന്ന് പറഞ്ഞ നാടക സമിതിയുടെ പ്രൊഫഷണൽ ഡ്രാമയുടെ ഒരു നാടകമാണ്. പകിട എന്ന് പറഞ്ഞൊരു നാടകം. അവരുടെ ശരിക്കും പറഞ്ഞാൽ 9ാമത്തെ നാടകമാണ്. എനിക്കൊരു സംസ്ഥാന അവാർഡ് കിട്ടുന്നത് അവരുടെ നാടകത്തിൽ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യുമ്പോഴാണ്, അവരുടെ ശകുനി എന്ന് പറഞ്ഞ നാടകത്തിൽ. കാരണം ഞാനും എൻ്റെ പ്രൊഡ്യൂസർ ബാബു ചുമാറായിട്ട് നല്ല ബന്ധമാണ്, ഒരു സുഹൃത്ത് ബന്ധമാണ്, നല്ല സുഹൃത്ത് ബന്ധമാണ്. അയാളുടെ സമിതിയാണ് രജപുത്ര. അപ്പോൾ പകിട എന്ന് പറഞ്ഞൊരു നാടകത്തിൽ വന്ന ഗാനമാണിത്. ഇത് എഴുതിയിരിക്കുന്നത് മുഹാദ് വെമ്പായം എന്ന് പറഞ്ഞാൽ ആ നാടകം എഴുതിയിരിക്കുന്ന രചയിതാവ് തന്നെയാണ് ആ നാടകം പാട്ട് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ഒരു സുരേഷ് ദീവാകര. അത് പാടിയിരിക്കുന്നത് കലാഭവൻ ടെൻസൻ, എൻ്റെ മോള് അനു ആണ് പാടിയിരിക്കുന്നത്. നമുക്ക് അനുവിനോട് ചോദിക്കാം. മോളെ നമസ്കാരം. എങ്ങനെയാണ് ഈ വരികളും ഈ മ്യൂസിക്കും, പ്രത്യേകിച്ച് ഡാഡിയാണ്, മോളുടെ ഡാഡിയാണ് ഇത് സംഗീതം ചെയ്തത്. അപ്പോൾ ഡാഡി ഈ വരികളും തന്നപ്പോൾ എന്താണ് മോൾക്ക് തോന്നിയത്? എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇത്ര നല്ലൊരു വരി, അതും ഭയങ്കര ആകർഷകമായിട്ടുള്ളൊരു വരികളായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ. പിന്നെ ആ ട്യൂണും ഡാഡിയുടെ, ഞാൻ ഡാഡി ആയതുകൊണ്ട് പറയണതല്ല, നല്ലൊരു പ്രത്യേക ഒരു നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരു കമ്പോസിഷനായിരുന്നു. പിന്നെ ഞാനും ടെൻസൻ ചേട്ടനും കൂടിയാണ് അത് പാടിയത്. കോറസ് പോലെ ആയിരുന്നു അത്, ഒരു വിപ്ലവം പോലെ ആയിരുന്നു ആ ഗാനം. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിന് പറ്റിയ ഒരു ഗാനം അല്ലെ? മോളെന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ശരിയാണ്, തീർച്ചയായിട്ടും നമ്മുടെ ഈ കാലഘട്ടത്തിന് ശരിക്കും യോജിച്ചൊരു ഗാനമാണത്. അതുകൊണ്ട് നമുക്ക് വേഗം സ്പർശിക്കും, എല്ലാവരുടെയും മനസ്സിലേക്ക് ഇത് പെട്ടെന്ന് എത്തി.